കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ മദ്യനയം എപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. എന്നാൽ പുതിയ മദ്യനയം പുറത്തു വരുന്നതിന് തൊട്ടു മുൻപായി ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം അപ്രതീക്ഷിതവും അത്യന്തം വിവാദവുമാണ്. സാധാരണഗതിയിൽ നയപരമായ ഇത്തരം തീരുമാനങ്ങൾ മുന്നണി യോഗങ്ങളിലും മന്ത്രിസഭയിലും വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് നടപ്പിലാക്കാറുള്ളത്. എന്നാൽ ഇത്തവണ അത്തരം ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന ആരോപണമാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത്. 2025 സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ അപേക്ഷ നൽകിയ ഈ പുതിയ മാറ്റം അപേക്ഷ നൽകി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അനുകൂലമായ തീരുമാനമുണ്ടായത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് താല്പര്യമുള്ളതാണ് ഈ ഫയൽ അതിവേഗം നീങ്ങിയതെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എക്സൈസ് വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള രഹസ്യ നീക്കങ്ങളിലൂടെയാണ് ഇത് സാധ്യമായതെന്നാണ് പ്രധാന ആരോപണം. ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു സമയമാറ്റം മാത്രമല്ല, മറിച്ച് മദ്യലഭ്യത 24 മണിക്കൂറിലേക്ക് എത്തിക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ നിയമപ്രകാരം 5 ലക്ഷം രൂപ അധികമായി നികുതി ഒടുക്കിയാൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് 3 മണി വരെ മദ്യം വിളമ്പാൻ സാധിക്കും. IT മേഖലയിൽ നിന്നും വിനോദസഞ്ചാര മേഖലയിൽ നിന്നുമുള്ള സ്വാധീനമാണ് സർക്കാർ നിരത്തുന്നത്. എന്നാൽ ഡ്രൈ ഡേകളിൽ പോലും 50,000 രൂപ പ്രത്യേക ഫീസ് നൽകി മദ്യം വിളമ്പാൻ നേരത്തെ അനുമതി നൽകിയതിന് പിന്നാലെ ഈ മാറ്റം ബാർ ഉടമകളെ സഹായിക്കാനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് മതസാമൂഹിക സംഘടനകളാണ്. പ്രത്യേകിച്ചും KCBCയും ഓർത്തഡോക്സ് സഭയും സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ടൂറിസം വികസനത്തിനായി മദ്യം വേണമെന്ന സർക്കാരിന്റെ വാദം ശുദ്ധ ഭോഷ്കാണെന്ന് KCBC വ്യക്തമാക്കി. വിദേശ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ്, അല്ലാതെ മദ്യം കുടിക്കാനല്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബാർ ഉടമകളുമായി നടത്തിയ ഒരു ഡീലാണ് ഇതെന്നും സഭ ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരെ ഫെബ്രുവരി 8-ാം തീയതി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനും എല്ലാ പള്ളികളിലും സർക്കാരിനെതിരെയുള്ള സർക്കുലർ വായിക്കാനും സഭ തീരുമാനിച്ചിരുന്നു. കേരളത്തിലെ യുവതലമുറയെ മദ്യത്തിന് അടിമകളാക്കി നശിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സഭ കുറ്റപ്പെടുത്തി. അമ്മമാരുടെ കണ്ണുനീരിനേക്കാൾ വലുതാണോ ബാർ മുതലാളിമാരുടെ ലാഭം എന്ന സഭയുടെ ചോദ്യം സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുമുണ്ട്. ഖജനാവ് ഉയർപ്പിക്കാൻ ഒരു തലമുറയെ മുഴുവൻ വിറ്റുലയ്ക്കരുത് എന്നാണ് സഭയുടെ കർശനമായ മുന്നറിയിപ്പ്. ഇടതുമുന്നണിക്കുള്ളിലും ഈ തീരുമാനം വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിലോ LDF യോഗത്തിലോ ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഭരണകക്ഷികളിലെ തന്നെ ഒരു വിഭാഗം ഈ നീക്കത്തിൽ അതൃപ്തരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്തരമൊരു വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നുമുണ്ട്. സാധാരണ മദ്യപാനികളുടെ വോട്ട് നേടാൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോൾ മറുഭാഗത്ത് ബാർ മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനം പ്രതിപക്ഷവും ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ഈ തീരുമാനത്തെ ന്യായീകരിക്കുന്നത് IT മേഖലയിലെ പ്രൊഫഷണലുകളുടെയും ടൂറിസം മേഖലകളുടെയും ആവശ്യങ്ങൾ മുൻനിർത്തിയാണ്. രാത്രി വൈകി ജോലി ചെയ്യുന്ന IT ജീവനക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഇത്തരം ഇളവുകൾ അനിവാര്യമാണെന്നാണ് വിശദീകരണം. എന്നാൽ ഈ ന്യായീകരണം വെറും മറ മാത്രമാണെന്നും യഥാർത്ഥ ലക്ഷ്യം ബാർ ഉടമകളുടെ സാമ്പത്തിക ലാഭമാണെന്നും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത് ക്രമസമാധാന നിലയെയും സാമൂഹിക സുരക്ഷയെയും ദോഷകരമായി ബാധിക്കും. റോഡ് അപകടങ്ങളും കുടുംബ പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കാൻ ഇത്തരം തീരുമാനങ്ങൾ കാരണമാകും. ജനകീയ ചർച്ചകളില്ലാതെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഇത്തരം നയങ്ങൾ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്നതാണ്. സർക്കാരിന്റെ ഈ നീക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്.